പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ കുടുംബാംഗങ്ങള് എല്ലാവരെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുക്കുടുംബത്തിന്റെ മാതൃകയിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ കൃപയാൽ നിറയ്ക്കാനും സ്നേഹത്തിലും ഐക്യത്തിലും ഒരുമിപ്പിക്കുവാനും സ്വർഗത്തിന്റെ സഹായം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ മക്കളെയും എല്ലാ കുടുംബങ്ങളെയും ഈ മക്കള് ഈ ദിവസങ്ങളിലൊക്കെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ നിയോഗങ്ങളുടെ മേലും കർത്താവെ അങ്ങയുടെ അനുഗ്രഹം അവിടുന്ന് വർഷിക്കണമേ. ഈ മക്കളുടെ ഓരോ നിയോഗങ്ങളുടെ മേലും കർത്താവെ അങ്ങയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടാകട്ടെ. സാമ്പത്തിക മേഖലയോർത്ത്, മക്കളെ ഓർത്ത്, കുടുംബജീവിതത്തെ ഓർത്ത്, പഠനത്തെ ഓർത്ത്, ജോലി മേഖലകളെ ഓർത്ത്, കുടുംബജീവിതത്തിലെ സമാധാന സ്നേഹ ഐക്യത്തെ ഓർത്തൊക്കെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനകളും യാചനകളും സ്വീകരിച്ച് ഈ മക്കളെയും കുടുംബങ്ങളെയും ഇവിടെ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും പരിശുദ്ധ അമ്മയുടെയും ഉണ്ണീശോയുടെയും നിറസാന്നിധ്യത്തിൽ നിറച്ച് എല്ലാ കുടുംബങ്ങളും തിരുക്കുടുംബത്തിന്റെ ചൈതന്യത്താൽ നിറയപ്പെടുമാറാകട്ടെ. അതിനായി ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണവും നൽകി ദൈവമായ കർത്താവ് മക്കളെ, നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരുകുടുംബത്തിന്റെ മാതൃക പിഞ്ചെന്നുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ പരിശോധിക്കാനും ക്രമപ്പെടുത്താനും നവീകരിക്കുവാനും നമ്മൾ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ പരിശ്രമിക്കുകയാണ്. നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം കുടുംബജീവിതത്തിലെ കഷ്ടപ്പാടുകളിൽ എന്നതിനെ കുറിച്ചാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു വലിയ വിഷയം, യോസേപ്പ് പിതാവും മാതാവും നിയമത്തിന് വിധേയപ്പെട്ട് ഈ ലോകത്തിന്റെ അധികാരത്തിന് വിധേയപ്പെട്ടൊക്കെ ജീവിച്ചു. നമുക്കറിയാം, അവിടെ പേരെഴുതിക്കാൻ വേണ്ടി ദാവീദിന്റെ പട്ടണത്തിൽ നിന്ന് ബെത്ലഹേമില് ഇതാ പേരെഴുതിക്കാൻ വേണ്ടി ഗർഭിണിയായ മാതാവിനെ കൂട്ടിക്കൊണ്ട് യോസേപ്പ് പിതാവ് പോകുന്ന ആ രംഗം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അവിടെ ചെല്ലുമ്പോ ഒത്തിരിയേറെ കഷ്ടപ്പാടുകൾ, പൂർണ്ണ ഗർഭിണിയായ പരിശുദ്ധ അമ്മ, അതോടൊപ്പം തന്നെ ഒരു ദൂരസ്ഥലം നസറത്തിൽ നിന്ന് കുറെ ദൂരെയാണ് ബെത്ലഹേം. അവിടെ ചെന്നിട്ട് സത്രം അന്വേഷിക്കുന്നു, ആരും അവർക്ക് നൽകുന്നില്ല. ആ സമയത്ത് എന്റെ മനസ്സിലേക്ക് വന്നത് യോസേപ്പ് പിതാവിന്റെയും മാതാവിന്റെയും ആ സമയത്തുള്ള കഷ്ടപ്പാടിന്റെയും ഒറ്റപ്പെടുത്തലിന്റെയും തിരസ്കരണത്തിന്റെയും അലഞ്ഞു നടക്കുന്നതിന്റെയും ഒക്കെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരാതിയില്ലാത്ത, പരിഭവമില്ലാത്ത, പിറുപിറുക്കാത്ത ഒരു ഐക്യമുണ്ട്. കഷ്ടപ്പാടാണ്. യോസേപ്പ് പിതാവിനെ മാതാവ് കുറ്റപ്പെടും. ഇന്നൊക്കെയാണെങ്കിലോ, നീ ഒരുത്തങ്കാരനാണ്, അല്ലെങ്കിൽ നീ എന്തോ ആലോചിച്ചിട്ട് കൊണ്ടുവന്ന് ഇവിടെ എന്തോ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്, അതില്ല ഇതില്ല, കണ്ടില്ലേ, കഷ്ടപ്പാട്. അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ചും ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞ് ഭർത്താവിനെ ഒത്തിരിയേറെ കുറ്റപ്പെടുന്ന ഭാര്യമാര്. എന്തെങ്കിലും കുറവുണ്ടാകുമ്പോ, കഷ്ടപ്പാടുണ്ടാകുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ഈ പരിശുദ്ധ അമ്മയും യോസേപ്പ് പിതാവും ഒരുമിച്ച് നിന്ന് പരാതിയില്ലാതെ, പരിഭവമില്ലാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇതാ മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോ പല പല മനുഷ്യരുമായിട്ട് ഇടപെടുമ്പോ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. എല്ലാ മേഖലകളും, സാമ്പത്തിക മേഖലയില്, ജോലി മേഖലയില്, ഒത്തിരി സുരക്ഷിതത്വ മേഖലയില്, പഠന മേഖലകളില് പല എതിർപ്പുകള്, തിരസ്കരണങ്ങള്, ഒത്തിരിയേറെ വേദനകള്, സങ്കടങ്ങളൊക്കെ വരും. അങ്ങനെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താതെ അത് സ്വീകരിച്ച് ഒരുമിച്ച് നിന്ന് അതിനെ അതിജീവിച്ച് അവസാനം നമുക്കറിയാം, കാലിത്തൊഴുത്തിലാണ് ഈ ഈശോയ്ക്ക് ജന്മം കൊടുക്കുന്നത്. യോസേപ്പ് പിതാവിനും മാതാവിനും അവസാനം കിട്ടുന്ന സ്ഥലമാണ് കാലിത്തൊഴുത്ത്. അവിടെ ഒരു പരാതിയില്ലാതെ, പരിഭവമില്ലാതെ, വെറുതെ
ദൈവത്തിന്റെ ഹിതത്തിന് സമർപ്പിച്ചുകൊണ്ട് ആ ഈശോയ്ക്ക് ജന്മം കൊടുക്കുന്ന അമ്മയും യോസേപ്പിതാവിന്റെയും ആ ഒരു ജീവിത മാതൃക, അവിടെ ദൈവത്തിന്റെ സ്വർഗത്തിന്റെ ഇടപെടല. പ്രിയപ്പെട്ടവരെ, പരാതിപ്പെട്ടിരുന്ന പല കുടുംബങ്ങളിലും പല പല അസ്വസ്ഥതകൾ, പരാതി, കുറ്റപ്പെടുത്തല്, നീ കാരണമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ കാരണമാണ്, അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല, ഇതൊന്നുമില്ല. ഇവിടെയൊക്കെ ഒരു ദൈവഹിതം കണ്ട് ഒരുമിച്ച് നിന്നു. അവിടെ ഇതാ എവിടെ ആ സമയത്ത് ഏത് അവസ്ഥയിലാണെങ്കിലും എന്ത് സംഭവിച്ചാലും അവിടേക്ക് ദൈവം ഇറങ്ങി വരും, ഇടപെടും. ഇവിടെ കാലിത്തൊഴുത്തിലേക്ക് ദൈവദൂതന്മാർ ഇറങ്ങി വരുന്നു, ജ്ഞാനികൾ കടന്നു വരുന്നു, അട്ടിടയന്മാർ കടന്നു വരുന്നു. സ്വർഗം മുഴുവനും ഇറങ്ങി വരുന്ന വലിയൊരു സാന്നിധ്യമായിട്ട് മാറി. എവിടെ? കാലിത്തൊഴുത്ത്. അവിടെ ഒത്തിരിയേറെ കൊട്ടാരങ്ങളുണ്ട്, ഒത്തിരിയേറെ സത്രങ്ങളുണ്ട്, ഒത്തിരിയേറെ രാജകൊട്ടാരന്മാർ പോലുള്ള വീടുകളുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഈ ഒരു സ്വർഗം ഇറങ്ങി വന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തില് എന്ത് പ്രശ്നം വന്നാലും, പ്രതിസന്ധികൾ വന്നാലും, കഷ്ടപ്പാടുകൾ വന്നാലും, അത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിൽക്കണം. പഴിച്ചാരി കുറ്റപ്പെടുത്തിയല്ല, ഒരുമിച്ച് നിൽക്കണം. എന്നിട്ട് വഴികൾ അന്വേഷിക്കണം. പല സത്രങ്ങളും ഒരുമിച്ച് പൊട്ടി തിരസ്കരിക്കപ്പെട്ടു. അങ്ങനെ അന്വേഷിച്ച് ഒരുമിച്ച് അവർ അവസാനം ഇതാ ദൈവഹിത പ്രകാരം ഈ കാലിത്തൊഴുത്തില് ഈശോയ്ക്ക് ജന്മം കൊടുക്കുകയാണ്. അവിടെ ഈ അഭിഷേകം, ദൈവ സാന്നിധ്യം അവിടെ ദേവാലയമായിട്ട് മാറി. നമുക്കറിയാം, ആ കാലിത്തൊഴുത്ത് പിന്നീടല്ല, അപ്പോൾ തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിറയപ്പെട്ട ദൈവാലയമായിട്ട് മാറുകയാണ്. ഇതുപോലെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളില്, പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബ ജീവിതത്തില് നിങ്ങൾ ഒരുമിച്ച് നിൽക്കുക. എന്ത് പ്രശ്നം വന്നാലും, ഒരു കൊച്ചിന് ഒരു വിഷയമുണ്ടായി, കൊച്ചു വഴിതെറ്റിപ്പോയി, ആ പ്രശ്നം ഈ പ്രശ്നം, അല്ലെങ്കിൽ നിന്റെ കൊച്ചാണ്, നീ ഒരുത്തി കാരണമാണ്, നിന്റെ വളർത്തു ദോഷമാണ്, നീ അന്വേഷിച്ചില്ല, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് തകർച്ച വന്നു, ഒരു പ്രതിസന്ധി വന്നു, കടബാധ്യത വന്നു, ഭാര്യ ഭർത്താവിന് നിങ്ങളുടെ കുഴപ്പമൊക്കെ ഉണ്ടാവും. പക്ഷെ ഭർത്താവ് അതിനു മുമ്പ് ഭാര്യയോടെല്ലാം പറയണം, ബിസിനസിനെ കുറിച്ച്, അല്ലെങ്കിൽ ഓരോ വളർച്ചയെ കുറിച്ച്, ഓരോ കുറവുകളെ കുറിച്ച് പരസ്പരം പറഞ്ഞ് എല്ലാം ഒരുമിച്ച് അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയാലുണ്ടല്ലോ, അവിടെ ദൈവം ഇടപെടും. പിന്നെ മാനുഷികമായ കുറവുകളും പോരായ്മകളൊക്കെ എല്ലാവർക്കും ഉണ്ടാകാം. പക്ഷെ അതൊക്കെ നമ്മൾ സമചിത്തതയോടെ, ശാന്തതയോടെ, സൗമ്യതയോടെ, ഐക്യത്തോടെ, സ്നേഹത്തോടെ അതിനെ കൈകാര്യം ചെയ്ത് ദൈവത്തിന്റെ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഏതവസ്ഥയിലും സമാധാനം ഉണ്ടാവും, സ്വസ്ഥതയുണ്ടാവും. ദൈവം ഇടപെടും, സ്വർഗത്തിന്റെ സാന്നിധ്യം വരും. അത് തിരുക്കുടുംബത്തിന്റെ ദേവാലയ ചൈതന്യം പോലെ അഭിഷേകത്തിന്റെ നിറവ് നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരും. അതിന് പ്രിയപ്പെട്ടവരെ, ഒരു ഐക്യം, കഷ്ടതയിലും ഒരു സ്നേഹം, ഒരു കുറ്റപ്പെടുത്താത്ത, പരാതിപ്പെടാത്ത, പിറുപിറുക്കാത്ത, താഴ്ത്തിക്കെട്ടാത്ത, സംശയിക്കാത്ത ഒരു വിശ്വാസത്തിന്റെയും ജീവിതത്തിന്റെയും ഉറപ്പ് നമ്മുടെ കുടുംബങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു അഭിഷേകമാണ്, അതൊരു കൃപയാണ്. ആ കൃപ നിറഞ്ഞവരാണ് യോസേപ്പിതാവും പരിശുദ്ധ അമ്മയും. ആ കൃപയുടെ നിറവ് നിങ്ങളുടെ കുടുംബ ജീവിതത്തില്, വിവാഹ ജീവിതത്തില് നിറയപ്പെടാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി ആരാധനയില് പ്രത്യേകം അച്ഛനും പ്രാർത്ഥിക്കുകയാണ്. എന്തുണ്ടായാലും ഒരുമിച്ച്, സഹനാണെങ്കിലും കഷ്ടപ്പാടാണെങ്കിലും ഉപേക്ഷയാണെങ്കിലും തിരസ്കരണാണെങ്കിലും തകർച്ചയാണെങ്കിലും കടബാധ്യതയാണെങ്കിലും ഏത് സംശയത്തിന്റെ അവസ്ഥയിലാണെങ്കിലും ഒരുമിച്ച്, ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒറ്റ ശരീരമാണ്, നിൽക്കുക. അവിടെ ദൈവം ഇടപെടും. ഈ അഭിഷേകത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കുടുംബങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ തിരുക്കുടുംബത്തോട് ചേർത്ത് പിടിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഉന്നതമായ കൃപ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന മഹാഭാഗ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. മാലാഖമാരുടെ ചേർന്ന് തിരുക്കുടുംബത്തോട് ചേർന്ന് കർത്താവേ ഞങ്ങൾ അങ്ങേ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത്, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഓർത്ത്, അങ്ങ് ഞങ്ങളെ കൂട്ടിച്ചേർത്തതിനെ ഓർത്ത്, തിരുക്കുടുംബത്തിന്റെ വലിയ സാന്നിധ്യവും മാതൃകയും നൽകി ആ കൃപയാൽ നിറച്ച് ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത്
ആരാധന, ആരാധന, ആരാധന. മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ദിവ്യകാരൻ ഈശോയെ, ഈ ലോകത്ത് ഞങ്ങളായിരിക്കുമ്പോ ഒത്തിരിയേറെ കഷ്ടപ്പാടുകളും ദുഃഖ ദുരിതങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും തിരസ്കരണങ്ങളും ഒക്കെ കടന്നു വരുമ്പോ ഞങ്ങളുടെ കുടുംബ കൂട്ടായ്മയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരാതിപ്പെടാതെ കുറ്റപ്പെടുത്താതെ ഈശോയെ ഒരുമിച്ച് നിൽക്കാനുള്ള വലിയ സന്ദേശം തിരുക്കുടുംബത്തിന്റെ വലിയ മാതൃകയിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. കർത്താവ്, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തില് പലതിനെ പേരുള്ള ഭിന്നതകള്, വാശി, അകൽച്ചകള്, കുറ്റപ്പെടുത്തലുകള്, താഴ്ത്തിക്കെട്ടലുകള്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങള്, ദാരിദ്ര്യം, തകർച്ചകള്, കഷ്ടപ്പാടുകള് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ ഈ മേഖലകളിലെ എല്ലാ പരാജയങ്ങളെ ഓർത്ത് കർത്താവ് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു, തിരുക്കുടുംബത്തില് യോസപിതാവിലും മാതാവിലും നിറഞ്ഞ ആ വലിയ കൃപ ഒരുമിച്ച് നിൽക്കാനും ഒറ്റപ്പെടുത്താതെ തിരസ്കരിക്കാതെ പഴിച്ച് മാറ്റി നിർത്താതെ തകർച്ചകളും പ്രശ്നങ്ങളും ഇല്ലായ്മകളും ദാരിദ്ര്യവും തിരസ്കരണങ്ങളും കർത്താവെ ഒരുമിച്ച് നിന്ന് അങ്ങയുടെ വലിയ കൃപയാൽ നിറച്ച് സ്വീകരിച്ചതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലും ഈ അവസ്ഥകളെ ഒരുമിച്ച് നിന്ന് തരണം ചെയ്യാനും ദൈവഹിതത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും അവിടെയും കർത്താവിനെ ജനിപ്പിച്ച് ആ കാലിത്തൊഴുത്തിന് ഈശോയ്ക്ക് ജന്മം കൊടുത്ത് ആ കാലിത്തൊഴുത്തിന് ദൈവസാന്നിധ്യം കൊണ്ട് നിറച്ച് ദേവാലയമാക്കി മാറ്റി സ്വർഗത്തിന്റെ ഇടപെടല് അവിടെ ഉണ്ടായതുപോലെ കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിലും ഈ അവസ്ഥകളിലും ജീവിത സാഹചര്യങ്ങളിലും സ്വർഗത്തിന്റെ വലിയ ഇടപെടൽ ഉണ്ടാകട്ടെ. അതിനുവേണ്ടി കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെല്ലാ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങള്, പ്രതിസന്ധികള്, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്ന, ദൈവത്തോട് പരാതിപ്പെടുന്ന നിരാശകള്, അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങള്, കടബാധ്യതകള്, തകർച്ചകള്, ദുരിതങ്ങള്, ചില വേർപാടുകള് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, അങ്ങയുടെ വലിയ കരുണയാൽ നിറയ്ക്കണമേ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. കാലിത്തൊഴുത്തിലേക്ക് ഇറങ്ങി വന്ന് അത് ദേവാലയമാക്കി മാറ്റിയ വചനമാംസം ധരിച്ച യേശുവേ, ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ കാലിത്തൊഴുത്തിലേക്ക്, ഈ ദാരിദ്ര്യത്തിലേക്ക്, ഈ ഇല്ലായ്മകളിലേക്ക്, ഈ തിരസ്കരണങ്ങളിലേക്ക് ഈശോയെ അങ്ങ് വരണമേ, അങ്ങ് വന്ന് വാഴണമേ, അങ്ങ് പിറക്കണമേ. അങ്ങയുടെ സാന്നിധ്യം നിറയട്ടെ എന്ന് ഞങ്ങൾ പരിതാപത്തോടെ പ്രാർത്ഥിക്കുന്നു. നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി. കർത്താവേ, ദിവ്യകാരുണ്യ നാഥ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കട്ടെ. എല്ലാ തകർച്ചകളും ദുഃഖ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒരുമിച്ച് നിന്ന് ഞങ്ങൾ സ്വീകരിക്കട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങാകാനും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും പരാതിപ്പെടുത്താതെ കുറ്റപ്പെടുത്താതെ സൗമ്യതയോടെ ക്ഷമയോടെ സഹനശക്തിയോടെ ചേർത്ത് പിടിക്കാനും ഒരുമിച്ച് നിന്ന് ഏത് കുരിശും ചുമക്കാനും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഇടയാകട്ടെ. അതിന് വിരുദ്ധമായി നിൽക്കുന്ന കുറ്റപ്പെടുത്തലും വാശയും വേർപ്പെടുത്തലും ഒറ്റപ്പെടുത്തലുമായ എല്ലാ സ്വഭാവങ്ങളും ഞങ്ങളുടെ കുടുംബത്തിന് എടുത്തു മാറ്റി ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മേഖലയിലുള്ള എല്ലാ അവസ്ഥകളും സമർപ്പിച്ചുകൊണ്ട് ഒരുമയോടെ ഐക്യത്തോടെ പരാതിപ്പെടാതെ കുറ്റപ്പെടുത്താതെയൊക്കെ എല്ലാം സ്വീകരിച്ച് ദൈവത്തിന്റെ വലിയ ഇടപെടലുണ്ടാകത്തക്ക വിധം ക്ഷമിച്ച് സഹിച്ചും ജീവിക്കാൻ ഞങ്ങൾക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയേ,
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യശോയെ ആശീർവാദം സ്വീകരിച്ച എല്ലാ മക്കളിലേക്കും കുടുംബങ്ങളിലേക്കും ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ഈ വലിയ അഭിഷേകം എല്ലാ മക്കളിലും കുടുംബത്തിൽ നിറച്ച് ഇവരുടെ കുടുംബങ്ങളെ, ബന്ധങ്ങളെ ഐക്യപ്പെടുത്തി സ്നേഹത്തിൽ, സഹനശക്തിയിൽ, കൃപയിൽ നിറച്ച് അനുഗ്രഹിക്കണമേ. ആമേൻ.